ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ഓണം ഞാൻ ആശംസിക്കുന്നു. വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പോയെങ്കിലും ഇത് നല്ലൊരു ഓണം വ്ളോഗായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വിച്ചുവിൻ്റെ അമ്മയുടെ ബ്രദറാണ് കേട്ടോ, ഞങ്ങളുടെ അങ്കിള് എല്ലാ ഓണത്തിനും ഉത്സവത്തിനും രാവിലെ വീട്ടിൽ വന്ന് അമ്മയെ കണ്ടിട്ടേ പോകത്തുള്ളൂ കേട്ടോ. ഓണായിട്ട് നല്ലൊരു രസമുള്ള കാര്യം കാണിച്ചു തരാമേ. ഞങ്ങളുടെ ആമ്പൽ ഒരെണ്ണം കുറേ നാളായിട്ട് നിർത്തിയിരുന്ന ഒരു ആമ്പൽ ഇന്ന് നന്നായിട്ട് വിടർന്ന് നിൽക്കുന്നുണ്ട്. രാവിലെ ഇതിനകത്ത് കുറേ കുഞ്ഞൻ മീനുകളെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഭയങ്കര ഹാപ്പി ഓണം. എടേ ഒരു കാര്യം പറഞ്ഞോ, ഈ മുമ്പിലത്തെ പല്ല് ആടിത്തുടങ്ങി. ഇനി വൈകയ്ക്ക് മുൻനിരയിൽ ഒരു പല്ലുമില്ലാതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓണസദ്യയൊക്കെ സെറ്റായിട്ടുണ്ട്. പായസം ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തായിരുന്നു കേട്ടോ, നന്നായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല ഞാൻ വീഡിയോ എടുക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ സാമ്പാർ, പിന്നെ ശർക്കര വരട്ടി ഉപ്പേരിയും, പിന്നെ പപ്പടം, ചോറ്, ഇഞ്ചി, മാങ്ങ അച്ചാർ, പിന്നെ ഇത് ഒരു കൂട്ടുകറിയാണ്, പിന്നെ അവിയൽ, നല്ല കുമ്പളങ്ങ പച്ചടി, അത് കഴിഞ്ഞ് പിന്നെ ബീട്രൂട്ട് തോരൻ, പിന്നെ മോരുകറി, പരിപ്പ്. അപ്പോൾ ഓൾ സെറ്റ്. ഓണത്തിനായിട്ട് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് സദ്യ കഴിക്കാം. ഞങ്ങളിന്ന് തറയിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, ഓണമല്ലേ. അപ്പം ഡൈനിങ് ടേബിളിലൊന്നും ഇരുന്നില്ല. സെക്കൻഡാ എന്റെ മോക്കാണ്.
ഇന്ന് എന്നെ കഴിഞ്ഞ കളി ആര് തോപ്പിക്കും? ഞാൻ ലക്ഷ്മി. ലക്ഷ്മി നമ്മളെല്ലാവരും കഴിഞ്ഞ കളിയുണ്ട്. എല്ലാവരും കളി ആരെന്നെ തോപ്പിക്കും? തോപ്പിക്കുന്ന ലക്ഷ്മി. ലക്ഷ്മി തോപ്പിക്കും. വൈകി തോപ്പിക്കത്തില്ല. കള്ളക്കളി കളിക്കാൻ പറ്റത്തില്ല. ഇന്ന് തോപ്പിക്കുന്നത് ലക്ഷ്മിയാ. ഏറ്റവും എളുപ്പറിയ അപ്പൂപ്പനാ. അപ്പൂപ്പനായിട്ട് ആ വലിയ പിടിച്ചോണ്ട് അവൾ അത് നേരിട്ടടങ്ങ് പോകും. സൗണ്ട് ഉണ്ടാക്കായിരുന്നു. ഇതിന്റെ സൗണ്ട് എനിക്ക് ASMR എടുക്കായിരുന്നു. അങ്ങനെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി. പിന്നെ വീഡിയോ ഒന്നും എടുക്കാനുള്ള മൂഡില്ലായിരുന്നു. അവിടെ നിന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് നല്ല സുഖമായിട്ടായിരുന്നു. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ, അവിട്ടത്തിൻ്റെ. പിന്നെ ഞങ്ങൾ ചായ ഒക്കെ എടുത്തോണ്ടെങ്കിൽ ടെറസിൻ്റെ മണ്ടേ പോയി കേട്ടോ ചായ കുടിക്കാനായി. മുള്ളുള്ള ചെടി കണ്ടു പുളി. കൊച്ചിനെല്ലാം അറിയാം. അതാ വല്യമ്മച്ചിയുടെ വീട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അമ്മ നല്ല അടിപൊളി ചപ്പാത്തിയും ഉള്ളിക്കറിയാട്ടോ ഉണ്ടാക്കി തന്നു. അപ്പോൾ എൻ്റെ അനിയൻ വന്നിട്ടുണ്ട്. എനിക്ക് 2 അനിയന്മാരാണ്, ട്വിൻസാണ്. അപ്പോൾ 2 പേരും എബ്രോഡാണ്. ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ പുറത്തോട്ട് പോകാം കേട്ടോ. കുറച്ച് കാര്യങ്ങൾ ഞാനപ്പോൾ എക്സ്ട്രാ തുണിയോ ഒന്നും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അമ്മയുടെ ഒരു പൊട്ടും അമ്മയുടെ ഒരു ചുരിദാറും എടുത്തിട്ടുണ്ട് ഞാനങ്ങ് ഇറങ്ങി. വൈകിട്ട് ഡ്രസ്സ് എൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഡ്രസ്സാണ്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് ട്രെൻഡ്സിൽ കയറ്റി കേട്ടോ. അങ്ങനെ അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെ വീട്ടിലത്തേക്ക് ഒരു TV വാങ്ങിക്കാനാണ് മെയിനായിട്ട് നമ്മൾ ഇറങ്ങി. അങ്ങനെ കട മൊത്തവും കയറി. നിങ്ങൾ പിന്നെ എടുത്ത് എന്നാ മന്തി മതിയായിരുന്നു എനിക്ക്. അങ്ങനെ ഉച്ചയ്ക്ക് ഞാനും അമ്മയും ഒരു ബിരിയാണി പറഞ്ഞു. അവർ 2 പേരും വിച്ചും ഉണ്ണിയും മന്തി പറഞ്ഞു. അപ്പം പക്ഷെ ഞങ്ങൾക്ക് മന്തി കഴിച്ചാൽ മതി തോന്നി. പിന്നെ ഓരോ ഷോപ്പിലൊക്കെ കയറി. പക്ഷെ TVയുടെ കാര്യത്തിൽ ഫിക്സ് ആയിട്ടില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് എല്ലാവരും തളർന്നതായിരിക്കും ഇരിപ്പ് കണ്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇറങ്ങി രാത്രിയായിട്ട് ഇതുപോലെ TV നോക്കാനായിട്ട്. ഇതെൻ്റെ മാമൻ്റെ മോനാട്ടോ.
ഇതെൻ്റെ ട്വിങ്സിലെ ഒരനിയൻ, ഒരെണ്ണം ഇതേപോലെ ഒരു ഫോട്ടോ കോപ്പി കൂടെ ഉണ്ട് കേട്ടോ. വിച്ചെന്തേ ഞാൻ എപ്പോ വീഡിയോ എടുത്താലും ഇവര് വായ തുറക്കും. ശ്രദ്ധയ്ക്ക് ടി വി എടുത്തു, പിന്നെ ഒരു വാഷിംഗ് മെഷീനും കൂടെ എടുത്തു. എന്നിട്ട് ഞങ്ങളൊരു അവിടുത്തെ AFCയിൽ കയറി. KFCയിലല്ല, AFCയിൽ. ഇത് ചതയത്തിൻ്റെ അന്നാണ് കേട്ടോ. ചതയത്തിൻ്റെ അന്ന് ഞങ്ങളുടെ ഓണം മാമൻ്റെ വീട്ടിലായിരുന്നു. അപ്പം മാമനൊന്നും ഇല്ല ഇപ്പം ഞങ്ങളുടെ കൂടെ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ആയിരുന്നു ഇന്ന് ചതയത്തിനന്ന് ഓണം. ഇഷ്ടംപോലെ മുട്ടായി എല്ലാ കിച്ചോറുണ്ട്. ഞാൻ വിചാരിച്ചല്ല വൈകി വരുന്നില്ല, ഇടയ്ക്ക് ഇന്ന് പല്ല് ഏൽപ്പിച്ചപ്പം പോയതാ അറ്റത്തെ പല്ല്. ചാവി ഇത് മാന്യന്മാരായിട്ടിരിക്കുന്നു നോക്ക്.